ഞാൻ പേടിക്കുകയാണ്. അതിനാ ഞാൻ ഈ ദുആ ഇറക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തഹൂല ബൈനി വബൈന മാ അഷ്തഹി. ഞാൻ ആഗ്രഹിക്കുന്നതിനും എന്റെയും ഇടയിൽ ഒരു മറവരുത്തരുതേ റബ്ബേ എന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ്. പല ആളുകൾക്കും അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് സുഹാബിയായ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ. പാപങ്ങളാൽ വന്നുപോകുന്ന അപകടങ്ങളിൽ വലുതാണ് നമ്മുടെ ഖാത്തിമത്ത് മോശമായി പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അന്ന് കുളിപ്പുരകളുള്ള കാലമാണ്. കുളിപ്പുരകൾ പൈസ കൊടുത്തിട്ട് കുളിക്കാൻ സൗകര്യം. അന്നൊന്നും വീടുകളിൽ ബാത്റൂമുകളില്ല, കുളിക്കാൻ സൗകര്യങ്ങളില്ല. അന്നൊക്കെ പബ്ലിക് ഹമ്മാമാത്ത് ആമ്മ, പബ്ലിക് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് വാഷ്റൂംസ്, പബ്ലിക് ബാത്റൂംസ്, പബ്ലിക് ബാത്തുകൾ ഷാമിലുണ്ട്. മക്കയിലും മദീനത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. ആ സംഭവങ്ങൾ ഉണ്ടായത് ജോർഡാനിലും ഇന്നത്തെ ലെബനോനിലും ഫലസ്തീനിലും അതുപോലെയുള്ള സിറിയയിലും ആ പ്രദേശങ്ങളിലൊക്കെ പബ്ലിക് ബാത്റൂമുകളുണ്ട്. അന്നൊരു സുന്ദരിയായ പെണ്ണ്, അങ്ങനെ ഒരു ബാത്റൂം പെണ്ണുങ്ങൾക്കുള്ള സവാന ബാത്തുകളുണ്ടല്ലോ, സ്റ്റീം ബാത്തുകളുണ്ട്. ഇന്ന് അതന്വേഷിച്ചു പോകുന്നവരുണ്ട്. എത്രയോ ചെറുപ്പക്കാർ ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ UAE ദുബൈയിലും അബുദാബിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ, എൻ്റെ ചെവിയിൽ ഞാൻ കേട്ട അനുഭവങ്ങളുണ്ട്. അതാരുടെ പേരും നാടൊന്നും ഞാൻ പറയില്ല. സങ്കടപ്പെട്ട് കരയാൻ. അങ്ങനെയുള്ള മസാജ് സെന്ററുകളിൽ പിശാചിന്റെ ആ ഒരു ദുർബോധനത്തിൽപ്പെട്ട് അങ്ങനെ മസാജ് സെന്ററുകളിൽ അന്യ പെണ്ണുങ്ങൾ പുരുഷദേഹത്തിൽ കൈകൊണ്ട് തടവുന്ന വളരെ മ്ലേച്ഛമായ പാപത്തിന് കടന്നുകൊടുത്തിട്ട് മസാജ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ കൂടെ തിന്മയും സംഭവിച്ചു പോയതിൽ പിന്നെ പൊട്ടിക്കര. അവന്റെ കരച്ചിൽ ഒരാൾ പറഞ്ഞതിൻ്റെ അപകടം എനിക്ക് വളരെ വലിയ ഗൗരവം തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരൻ, എൻ്റെ പേടി ചെറുപ്പക്കാരി പെണ്ണ്. അപ്പൊ അന്ന് വീടുകളുടെ സൈഡിൽ നമ്മളൊക്കെ പീടിക റൂം ഉണ്ടാക്കുന്ന പോലെ അന്ന് കുളിപ്പുരകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, ചെറുപ്പക്കാരിയാണ്, അവളെന്തോ സ്റ്റീം ബാത്തിന് വന്നതാ. പറഞ്ഞു, ദാ മഞ്ചാബിയുടെ കുളിപ്പുര ഈ വാതിലിലൂടെയാണ്. സ്വന്തം വീടിന്റെ വാതിൽ കാണിച്ചു കൊടുത്തു. അവിടെ ആരുമില്ല. ആ വാതിലിലേക്ക് അവൾ കടന്നു. പിറകെ ഇയാളും കടന്നു. വാതിൽ കൊട്ടിയടച്ചു. തിന്മയെ ആഗ്രഹിച്ചു, മനസ്സുകൊണ്ട് താലോലിച്ചു, ഒരു തിന്മയിലേക്ക് ചാടാൻ പോവുകയാണ്. ആ പെണ്ണിന് ബുദ്ധിയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, വ്യഭിചരിക്കാനല്ലേ നീ ഉദ്ദേശിക്കുന്നത്? അതിനൊക്കെ ഒരു പൊലിപ്പ് കൂട്ടണമെങ്കിൽ ഇച്ചിരി കള്ളു കൊണ്ടുവാ, അതുകൂടെ കുടിച്ചിട്ടാവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കള്ളു വാങ്ങിക്കാൻ വേണ്ടി പുറത്തുപോയി. പോകുന്ന പോക്കിൽ വാതിൽ പുറത്ത് നടക്കാൻ അവൻ മറന്നുപോയി. ആ പെണ്ണ് വാതിൽ തുറന്ന് പുറത്തു ചാടി. ഇവൻ തിരിച്ചു വന്നപ്പോ പെണ്ണിനെ കാണുന്നില്ല. അങ്ങോട്ട് ഭ്രാന്തായി ഇവന്. ഭ്രാന്തായി എന്ന് മാത്രമല്ല, പാട്ടുപാടി നടക്കാൻ തുടങ്ങി. ഷാമിലാണ് സംഭവം നടന്നത്. വല്ലാത്ത പാട്ട് ഇങ്ങനെ പാടി നടക്കും. യാ റുബ്ബ ഖായിലത്തിൻ യാ റുബ്ബ ഖായിലത്തിൻ യൗമൻ വഖത് തഇബത് അയ്ന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. മുൻജാബിയുടെ കുളിപ്പുര ഏതാണെന്ന് ചോദിച്ചു വന്ന ആ പെണ്ണെവിടെ എന്ന് പറഞ്ഞു. വല്ലാത്ത ഭ്രാന്ത് പിടിച്ച, ഈ പ്രേമത്തിനൊരു ഭ്രാന്ത് വരും. കണ്ണടഞ്ഞു പോകും. കുടുംബത്തെ ഓർമ്മ വരില്ല, ദീൻ ഓർമ്മ വരില്ല, ഭാവി ഓർമ്മ വരില്ല, ജീവിതത്തിൽ ഞാൻ എന്തായി ചെയ്യുന്നതെന്ന് ഓർമ്മ വരും. ആരുപദേശിച്ചാലും തലയിൽ കയറാത്തൊരു അസുഖമാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അതിനെ കണ്ണും കാതൊന്നും അത് പിന്നെ അനുഭവിച്ച് പടുകുഴിയിൽ വീണാൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മനുഷ്യൻ പാട്ടുപാടി നടക്കാൻ തുടങ്ങി. അലഞ്ഞ് ഈ പെണ്ണിന്റെ വീടിന്റെ വാതിൽ കൂടെ പോകുമ്പോ മണിമാളികളുടെ മുകളിൽ വെച്ച് ഈ പെണ്ണൊരു മറുപടി കൊടുത്തു. ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഖുഫുലൻ മിനദ്ദാരി ഔ ഹറസം മിനൽ ബാബി. അവൻ പറഞ്ഞ വാക്കും പാട്ടും ബി മുൻജാബി എന്ന് അവസാനിക്കുന്നത്. ഇവിടെ പുഞ്ചാബി എന്ന സ്ഥലം ഉണ്ടല്ലേ കാഞ്ഞങ്ങാട്? പുഞ്ചാബിയിലെ കഥയല്ലട്ടത്. ഇത് നടന്നത് സിറിയയിലാണ്, ഷാമിലാണ്. പുഞ്ചാബിയിലെ ഇത് മുൻജാബി. അപ്പൊ ഈ പെണ്ണ് മറുപടി കൊടുത്തു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ. ഏ അന്ധനായ മനുഷ്യ, ബുദ്ധിയില്ലാത്ത മനുഷ്യ, ആ പെണ്ണിനെ ഒറ്റക്ക് കിട്ടിയപ്പോ ഖുഫുലൻ മിനദ്ദാരി ഔ ഹറസം മിനൽ ബാബി, ആ വാതിലിൽ പൂട്ടിട്ട് പോയിക്കൂടായിരുന്നോ? അല്ലെ കാവലിന് ആരെങ്കിലും നിർത്തിക്കൂടായിരുന്നോ? നീ എന്ത് പൊട്ടനാണെന്ന് ചോദിച്ച് അവള് മറുപടി പറഞ്ഞപ്പോ ഇയാൾക്ക് ഭ്രാന്ത് കൂടിയെന്ന. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന നേരത്ത് കലിമ ചൊല്ലിക്കൊടുത്തപ്പോ ഈ മനുഷ്യൻ പാടിയത് ഈ പാട്ടാണ്. യാ റുബ്ബ ഖായിലത്തിൻ യൗമൻ വഖത് തഇബത് അയ്ന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി.
പറയടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ, സക്രാത്തിനാണോ പറയ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആള് പിന്നെ ഈ പാട്ട് പാടും. അങ്ങനെയാണ് നമ്മുടെ ഇമാമിയങ്ങൾ ഈ കവിത രേഖപ്പെടുത്തിയത്. ഇത് ലോകത്തിന് മാതൃകയാണ്. ആ ഭ്രാന്തിൽ മരിച്ചുപോയപ്പോ ആ തെറ്റുകൊണ്ട് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. മരണത്തിന്റെ നേരത്ത് പോലും കലിമ ചൊല്ലേണ്ട നേരത്ത് കലിമ ചൊല്ലാൻ പറ്റിയില്ല, ഈ പാട്ടാ പാടിയത്. ആ കുളിപ്പുരന്വേഷിച്ചു വന്ന പെണ്ണെവിടെ, സക്രാത്ത് കിടക്കുന്ന മനുഷ്യൻ, അവനാ നേരത്ത് വ്യഭിചരിക്കാൻ ആഗ്രഹമല്ല, പക്ഷേ നാവ് വഴങ്ങുന്നില്ല. പണ്ടാ പാടിയതാ വരുത്. അതുകൊണ്ടാണ് ഈ സിനിമ പാട്ടും മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്നവർ, അള്ളാഹ് കാക്കട്ടെ, വല്ല ആക്സിഡന്റിലും കൊണ്ട് മരിക്കുകയാണെങ്കിൽ കലിമ ചൊല്ലി തന്നാ പോലും സിനിമാ പാട്ടായിരിക്കും നാവിൽ വരിക. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പ്രാക്ടീസ് ചെയ്യാതെ നാവ് കൊണ്ട് പറയാൻ കഴിയില്ല. നമ്മൾ അറിയണം, കലിമ ചൊല്ലാൻ തൗഫീഖ് തരണേ പടച്ചോനെ, എന്നിട്ട് അങ്ങനെ ഏത് നേരവും സിനിമാ പാട്ടും കേട്ടങ്ങനെ നടക്കുകയാണ്. കഴിയൂല മുഅ്മിനെ, കഴിയൂല. നമ്മളതിന് പ്രാക്ടീസ് ചെയ്യണം. അതിനാ ദിക്റിന്റെയും അദ്കാറിന്റെയും സ്വലാത്തിന്റെയും ഇൽമിന്റെയും മജ്ലിസുകൾ ചെന്നിരിക്കണം. അപ്പോഴാണ് അതിന് തൗഫീഖ് ഉണ്ടാകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഹമ്മാമി മുൻജാബി, അങ്ങനെ ആളുകൾ ഇമാമിയങ്ങൾ പേരിട്ടു സാഹിബു ഹമ്മാമി മുൻജാബി, മുൻജാബിയുടെ കുളിപ്പരയുടെ ആ ആള് മരിച്ച പോലെ. കലിമ ചൊല്ലിക്കൊടുത്തിട്ട് 100 തവണ പറഞ്ഞു കൊടുത്തിട്ടും ചൊല്ലാൻ കഴിയാതെ, എന്നാൽ ഈ മനുഷ്യൻ ഈ പാട്ട് പാടുകയുണ്ടായി. യാ അല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖാതിമത്തു സൂഅ്, മോശമായ വിധത്തിലുള്ള മരണം അള്ളാഹു പാപികൾക്ക് നൽകുന്ന അപകടമാണ്. അതുകൊണ്ട് കാലുകൾ പതറിപ്പോകുന്ന നേരമാണത്. പാപങ്ങൾ പതറുന്ന പാദങ്ങൾ, നമ്മുടെ കാലുകൾക്ക് ഇടർച്ച വരും. തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ തൗബ ചെയ്ത് മടങ്ങ്, അള്ളാഹുലേക്ക് തൗബ ചെയ്യ്. ഇരുന്ന് കരയെ, നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനോട് വാക്കുകൊടുക്ക്. അള്ളാഹുവേ, ഇനി ഞാനിത് ചെയ്യില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് മാപ്പ് കൊടുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഖൽബല്ലദീ ലൈസ ഫീഹി ശൈഉം മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരിബ്. ഇന്നൽ ഖൽബല്ലദീ ലൈസ ഫീഹി ശൈഉം മിനൽ ഖുർആൻ. സൗണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഇല്ലല്ലോ, ചെറിയ കുറച്ച് കുറഞ്ഞോ? കുറച്ച് കൂടിയോ? ഞാൻ മെല്ലെ പറയും, ചെവി അടക്കണമെന്നില്ലല്ലോ. എന്താ ഫാൻ്റെ സൗണ്ടല്ലേ? ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു സുനനിൽ കൊടുത്ത ഹദീസാണിത്. ഇന്നൽ ഖൽബല്ലദീ ലൈസ ഫീഹി ശൈഉം മിനൽ ഖുർആൻ, ശുദ്ധമായ ഖുർആൻ, ഒന്നും മനപ്പാടമില്ലാത്ത ഹൃദയം, കൽ ബൈത്തിൽ ഖരിബ്, വിജനമായ വീട് പോലെയാണ്. പിശാച്ചുള്ള വീട്, ശൈത്താന്മാരുള്ള വീട് എന്ന് പറഞ്ഞാൽ വിജനമായി കിടക്കുന്ന വീടുകളിൽ ശൈത്താന്മാർ വരും. ആൾ താമസമില്ലാത്ത വീടുണ്ടല്ലോ, അധിക ഗൾഫുകാരും സംഭവിക്കുന്നതാ, പൂട്ടിയിട്ട് പോവുക. ആരെങ്കിലും അവിടെ താമസിക്കണം, വീട് പൂട്ടിയിട്ട് പോകരുത്. അവിടെ ഇടക്കെങ്കിലും വന്ന് താമസം വേണം. ആളില്ലാത്ത ഇടങ്ങളിൽ പിശാചുക്കൾ കയറിയിരിക്കുന്ന നിബിധങ്ങൾ പറയും, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ 2 വാഹനമുണ്ടായി ഉപയോഗിക്കാത്ത അവസ്ഥയാണെങ്കിൽ 1 വാഹനം പിശാച്ചിൻ്റെതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഉപയോഗിക്കുന്നതിൽ പിശാച്ച് കയറൂല. നമ്മള് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പിശാച്ച്, അത് ആവശ്യമുള്ള കൂടുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ കൽബിലില്ലാത്ത ഒരു ഹൃദയം, ആ കൽബിൽ ഖുർആനില്ല, ഒരു സൂറത്തും മനപ്പാടാക്കിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളുടെ കഥ ഇപ്പം അങ്ങനെയാണ്. എല്ലാ സിനിമയും പുതിയ നടന്മാരും ഒക്കെ അറിയാം, പക്ഷേ സൂറത്തുൽ മുൽക്ക് അതറിയില്ല. തബാറക്ക അത് ഓതിയാൽ ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നാ ഓർമ്മയില്ല. യാസീന് അങ്ങനെ ആരെങ്കിലൊക്കെ ഒപ്പം ഓതാണെങ്കിൽ കിട്ടും. അൽ കഹ്ഫോ അത് നോക്കിയിട്ടൊക്കെ ഓതാൻ കഴിയും പെട്ടെന്നൊക്കെ, നോക്കാതെ അത് കിട്ടൂല. സൂറത്തുർ റഹ്മാനോ അതും അറിയില്ല. സൂറത്തുൽ ഫുർഖാൻ പോട്ടെ, ചെറിയ ചെറിയ സൂറത്തുകൾ. അലന്തറ കൈഫന്റെ താഴത്തേക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത ഖുർആനിൽ ചെറിയ സൂറത്ത് അള്ളാഹ് തന്നത്. അതില്ലെങ്കിൽ നമ്മളൊക്കെ നിസ്കാരത്തിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ നിസ്കാരത്തിലും ഇന്നായത്വനാക്കും കുലുഹല്ലാഹു, അതിനപ്പുറത്തേക്ക് ഓതണില്ല ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുക, ഒരു കുലുഹല്ലാഹു ഇത് ഇന്നായത്വനാക്കുക, 2 റക്അത്തിലല്ലേ ഓതേണ്ടി വരൂ, കഴിഞ്ഞു. അതിനപ്പുറത്ത് എത്ര സൂറത്തുണ്ട്, എത്രയെല്ലാം മനോഹരമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കിടക്കുന്ന പുറത്ത്. അതൊന്നും ഓതാനുള്ള തൗഫീഖ് നമുക്ക് വരുന്നില്ലല്ലോ, പഠിക്കുന്നില്ലല്ലോ. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം ഖുർആൻ ആപ്പുകളുണ്ട്. മുമ്പത്തെ പോലെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ വരെ കഴിയും. പക്ഷെ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ വിജനമാക്കുകയാണ്. ഹൃദയം ദുർബലമാവും മുഅ്മിനെ. ആ ഖുർആൻ കയറേണ്ടിടത്തത് കയറാതിരുന്നാൽ അവിടെ കയറിക്കൂടുന്നത് പിശാചിന്റെ പാട്ടുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹൃദയം ദുർബലമാകുന്ന വലിയ അപകടമാണ്. ശരീരം ദുർബലമാകാം, പക്ഷേ മനസ്സിന് കരുത്ത് വേണം.
മനസ്സ് ദുർബലമായാൽ എന്ത് കാര്യം? സ്വഹാബിമാരുടെ അത്ഭുതം എന്തെന്നറിയോ? സ്വഹാബിമാർ മെലിഞ്ഞൊട്ടിയവരാണ്. റോമക്കാരുമായി യുദ്ധം നടക്കുന്നു. റോമക്കാർ 2,80,000 ശത്രുക്കള്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം 30,000 മാത്രം. 30,000 ആളുകള് ആരോടാ പടപൊരുതുന്നത്? 2,80,000 വരുന്ന ആളുകളോട്. സുബ്ഹാനല്ലാഹ്. ആ 2,80,000 യൂറോപ്യരാണ്. അവരൊക്കെ നല്ല കള്ളു കുടിച്ച് തടിയന്മാരാണ്, ആരോഗ്യമുള്ളവരാണ്, ആജാനുബാഹുക്കളാണ്. ചിലരതിൽ മൂർച്ചയേറിയ വാളുണ്ട്, ആയുധങ്ങൾ, മിനുമിനുങ്ങുന്ന ആയുധങ്ങള്. സ്വഹാബികൾ മെലിഞ്ഞൊട്ടിയവര്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഏതാനും ചാണുകൾ മാത്രമേ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ചെറിയ മെലിഞ്ഞ മനുഷ്യനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷെ നബി തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ആ ഒരു കാല് ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു മരത്തിന്റെ മുകളിൽ കയറി നബി തങ്ങൾ കറാക്കിന്റെ ഒരു കൊമ്പ് പൊട്ടിക്കുമ്പോഴ കാറ്റടിച്ചപ്പോ ആ മരത്തിന്റെ കൂടെ അങ്ങനെ ആടിക്കളിക്കുക. തീരെ വെയിറ്റ് ഇല്ലാതിരുന്ന മഹാൻ. അപ്പോ ആളുകൾ ഇങ്ങനെ നോക്കി ചിരിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അതദ്ഹഖൂന മിൻ ഖിഫത്തി സാഖൈ വല്ലദീ നഫ്സി ബിയദി ഇന്നഹാ അസ്ഖലു ഫിൽ മീസാൻ മിൻ ജബലി ഉഹദ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാല് ഇങ്ങനെ ചെറുതായെന്ന് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? അള്ളാഹനെ തന്നെയാണ് സത്യം. ഉഹദ് മലയേക്കാൾ ആ കാലുകൾക്ക് നാളെ അള്ളാന്റെ മീസാനിൽ ഭാരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2,80,000 വരുന്ന ശത്രു സൈന്യത്തെ കണ്ടപ്പോ സ്വഹാബികൾ പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ് തങ്ങളോട് പറഞ്ഞു, ഖാലിദ് ബിൻ വലീദേ, അൽയൗമ, ഇന്നത്തെ ദിവസം, നദുന്നുനാ നഫിറു ഇലാ ജബലി സൽമാ വ ആജാ, ആജാ മലകളിലേക്ക് അല്ലെങ്കിൽ സൽമാ കുന്നുകളിലേക്ക് നമ്മൾ ഇന്ന് ഓടി അഭയം പ്രാപിക്കേണ്ടി വരും. ഖാലിദ് ബിൻ വലീദേ, 2,80,000 വരുന്ന ആളുകളോട് 30,000 മാത്രമേ നമ്മളുള്ളൂ. 2,80,000 ശത്രുക്കള്, അതിൽ ആകെ 30,000 വരുന്ന മുഅ്മിനി. ഇന്ന് നമ്മൾ ഓടേണ്ടി വരും ഖാലിദ് ബിൻ വലീദേ എന്ന് സൈന്യത്തിന്റെ സൈന്യാധിപൻ അസദുല്ലാഹി വസൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നനഞ്ഞുപോയി. ദമഅത് ഐനാ ഖാലിദ്, ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ഇങ്ങനെ നനഞ്ഞു വന്നു. എന്നിട്ട് അല്ലാഹുവിലേക്ക് കയ്യുയർത്തി, ആകാശത്തേക്ക് കയ്യുയർത്തിയിട്ട് പറയുന്നു, ലാ വല്ലാഹ് ലാ നഫിറു ഇലാ ജബലി സൽമാ വലാ ഇലാ ആജാ വലാകിൻ ഇലല്ലാഹിൽ മുൽതജാ. നമ്മളിന്ന് ആജാ കുന്നിലേക്കോ സൽമാ മലയിലേക്കോ അല്ല ഓടുന്നത്. അന്നത്തെ 2 മലകളുടെ പേരാണ്. റോമിന്റെ ഭാഗം, തുർക്കിയുടെ ഭാഗം, ഇറാഖും കഴിഞ്ഞു പോണം. ആ ഭാഗത്ത് ഉള്ള 2 മലകളാണ്. ആ മലകളൊക്കൊന്നല്ല നമ്മൾ ഓടുന്നത്. ബൽ ഇലല്ലാഹിൽ മുൽതജാ, നമ്മൾ ഓടുന്നത് അല്ലാഹുവിലേക്കാണ്. ആ സൈന്യം 30,000 വരുന്ന ആളുകള് 2,80,000 ഉന്നം പാറിപ്പിക്കുന്ന പോലെ അവിടുന്ന് തോറ്റോടിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം. ആരാന്നറിയോ? മെലിഞ്ഞ സ്വഹാബിമാർ, വയറൊട്ടിയവർ, ഭക്ഷണമില്ല, ശരീരം ദുർബലമാണ്, പക്ഷെ ഖൽബ്, ഹൃദയം ഭയങ്കരമാണ്. നമുക്കൊക്കെ എല്ലാവരും ഏകദേശമൊക്കെ ഒരു ഡോക്ടർമാർ പറയണ വെയിറ്റ് എന്ന് ആർക്കുണ്ടാവും? ഡോക്ടർമാർക്ക് വരെ ഉണ്ടാവില്ല. ഒരു പറയില്ലേ, എത്ര വയസ്സ്, എത്ര ഹൈറ്റ്, എത്ര തൂക്കം, ഓ വെയിറ്റ് ഓവറാണല്ലോ. ഡോക്ടറെ നിങ്ങളെ വെയിറ്റ് എങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു നോക്കി. മൂപ്പരത് ഓവറായിരിക്കും. എല്ലാവരും ഓവറാണ്. ആ ഒരു പറഞ്ഞ ലെവലിൽ ആരും കിട്ടൂല. വളരെ അപൂർവം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയാലായി. ശരീരമോ ഭയങ്കരം, മനസ്സോ വളരെ ദുർബലം. ആ കൽബിൽ ഈമാനിന്റെ വെളിച്ചം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ ഒരു ജോഷ്, ഈമാനിന്റെ ഒരു ആവേശം വരാനുണ്ട്. അത് കുറഞ്ഞു വരുന്ന കാലമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹൃദയം തകർന്നു പോകുന്നു, ഹൃദയം ദുർബലമാകുന്നു, ഹൃദയത്തിന്റെ കരുത്ത് നഷ്ടമാകുന്നു. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഖിലാഫത്ത് യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മലബാർ പ്രദേശങ്ങളിൽ ഖിലാഫത്തിന്റെ മുന്നണി പോരാളികളായ നമ്മുടെ മാപ്പിളമാരായ സഹോദരങ്ങൾ, നമ്മുടെ വല്ലിപ്പമാർ, അവരൊക്കെ ചെയ്ത സേവനം, വാഗൻ ട്രാജഡിയിൽ നടന്ന ദുരന്തം, എന്തെല്ലാം ദുരന്തങ്ങളെ ഏറ്റുവാങ്ങി. എന്നിട്ടും ഈ രാജ്യത്ത് വിദേശികളായി വന്ന ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടുപോകാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ലെന്ന് ഉച്ചൈസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറിയ നമ്മുടെ മുൻഗാമികൾ. ആ ഒരു ധൈര്യമൊക്കെ നമുക്കുണ്ടാകോ? നമ്മൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനല്ലേ നോക്കുക? നമ്മൾ നേരിടാനുള്ള ഒരു കെൽപ്പ്, ഒരു ശത്രു സൈന്യം ഈ രാജ്യത്തെ കീഴടക്കുകയോ ഇവിടത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ അല്ലെങ്കിൽ ഇവിടത്തെ ദുർബല ജനവിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. മുസ്ലിമീങ്ങൾ അന്ന്
ശരീരം മെലിഞ്ഞവരാണ്, ശരീരം വലിയവരും മുഅ്മിനീങ്ങളിലുണ്ട്. ആജാനുബാഹുക്കളായ എന്ന് പറഞ്ഞുകൂടെങ്കിലും നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ആളുകൾ അന്ന് മുസ്ലിമീങ്ങളിലുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഉമർ തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുകയാണെന്നാ തോന്നുന്നത്, അത്രയും ഹൈറ്റും വെയിറ്റും ഉണ്ടായിരുന്ന മഹാനാണെന്ന. മിനായിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മഹാനവറുകളുടെ മുടി ഇങ്ങനെ എടുക്കുന്ന ഒരു ബാർബർ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുടിയെടുക്കാൻ ഉമർ തങ്ങൾ അങ്ങ് തുമ്മിയതാണ്, ബാർബർ ബോധം കെട്ട് വീടുന്ന. പിന്നെ വെള്ളം തെളിച്ചിട്ടാണ് ഉപർ എണീറ്റത്. സുബ്ഹാനല്ലാഹ്, അത്രയും ആരോഗ്യവും ഹൈറ്റും വെയിറ്റും ഉണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങളെ പിശാച് കണ്ടാൽ നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ പിശാച് അല്ലേ, ഉമർ തങ്ങൾ മുട്ടൻ തലക്ക് വരികയെന്ന് വിചാരിച്ചോളൂ, പിശാച് ഏതെങ്കിലും മീനാപ്പീസ് കൂടെ കടന്നു പോയിക്കോ, ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ഈ വഴിക്ക് അങ്ങോട്ട് എടുക്കൂല. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ മീനാപ്പീസ് എന്ന് പറയുമ്പോൾ അഷ്റഫിന് വിഷമാവോ? എടുക്കാൻ കൊടുക്കേണ്ടത് കുഴപ്പമില്ലല്ലോ. മൂപ്പരല്ലേ നിരേശത്ത് കൂടെ കടന്നു പോകും, ഈ വഴിക്ക് തന്നെ കാഞ്ഞങ്ങാട്ട് തന്നെ കിടക്കൂല. ഉമർ തങ്ങൾ വരുന്നുണ്ടോ, പിന്നെ ആ വഴിക്ക് പിശാച് വരെ കടക്കൂല. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ തെരുവിലൂടെ പോകുമ്പോൾ ഒരു ജിന്നിൽപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരൻ, നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ല എന്നാ, പക്ഷെ ജിന്നുകൾ മനുഷ്യരൂപത്തിൽ വന്നാൽ, വേറെ ഏതെങ്കിലും രൂപം പ്രാപിച്ചു വന്നാൽ കാണാൻ കഴിയും ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് ഉറക്കത്ത് ചെന്നിട്ട് ആ ജിന്നിനെ കണ്ടു എന്ന് പറയാൻ നിൽക്കണ്ട, അത് പേടിച്ചിട്ടാണ്. ശരിയായ ജിന്നിനെ ലൈവായിട്ട് കണ്ടു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല മദീനയുടെ അങ്ങാടിയിൽ വെച്ചിട്ട്. ഉമർ തങ്ങൾ ചോദിച്ചു, അതസ്റഉനി, എന്നോട് മൽപ്പിടുത്തം നടത്താനുണ്ടോ എന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ ജിന്നിയാൻ ഷാബുൻ, ജിന്നിൽപ്പെട്ട ഇഫ്രീത്തുകൾ എന്ന് പറഞ്ഞ ആജാനുബാഹുക്കളാണ്. ഉമർ തങ്ങൾ കൈ പിടിച്ചോടിച്ചിട്ട് ഒരൊറ്റ മറിച്ചിടൽ. ഓ, എന്തൊരടി ഞങ്ങൾ അടിച്ചതെന്ന് ചോദിച്ചു. ഇന്നൊന്നും കൂടി അടിക്കുമെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമതും അടിച്ചു വീഴ്ത്തി. 3 തവണ അടിച്ചു വീഴ്ത്തി ഉമർ റളിയല്ലാഹു തആല ജിന്നിനെ. വേറെ വലിയൊരു ശൈത്താനെ പിടിച്ചു കെട്ടിയ സംഭവം വേറെ ഉണ്ട് ഉമർ തങ്ങൾ ഇതുപോലെ. ആ പിശാച് ചോദിച്ചു, ഉമർ തങ്ങൾ കണ്ട ആ പിശാച് നായകളുടെ കൈ പോലെ ദുർബലമായ കൈയായിരുന്നു എന്നാ. അപ്പൊ ചോദിച്ചു ഉമർ തങ്ങൾ കൈയ്യണ്ട് പിടിച്ചിട്ട്, എന്താണോ നിന്റെ കൈയൊക്കെ എത്ര ചെറുപ്പം, എന്താ നിന്റെ കൈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് ചോദിച്ചു. ഞാൻ ഭയങ്കര ആരോഗ്യമുള്ള ആളാണ്, നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോ എന്റെ കൈ ഇങ്ങോട്ട് ചെറുതായി പോയി, എന്തേന്ന് ചോദിച്ചു. എന്നെ ഒന്നും കൂടെ ഒന്ന് വൽപ്പെടുത്താൻ നടത്തോ? 3 തവണ അടിച്ച് തരിപ്പണമാക്കി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, നീ എന്തേ ഇങ്ങനെ ആയി പോയത്? ഇപ്പൊ പറഞ്ഞു, ഉമറേ, ഇന്നക തുക്സിറു മിൻ ഖിറാഅത്തി ആയത്തിൽ കുർസി. എപ്പോ നടക്കുമ്പോൾ ഈ ആയത്തിൽ കുർസി നിങ്ങൾ ഓതി നടന്നാൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് നിങ്ങളുടെ മുമ്പിൽ പിടിച്ചിക്കാൻ കഴിയില്ല. ഞങ്ങൾ ദുർബലന്മാരായി പോകുന്നത് നിങ്ങൾ ആയത്തിൽ കുർസി ഓതിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ആയത്തെക്കുറിച്ച് ചോദിയാൽ ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റുമോ എന്ന് ഉമർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന ഒരു ജിന്നി, ഒരു പിശാച്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭയങ്കര ആരോഗ്യം, പക്ഷേ ആ ആരോഗ്യത്തിന്റെ 10 മടങ്ങ് ആരോഗ്യമുള്ള ഖൽബാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഖൽബ്. അതാണ് വ്യത്യാസം. ഖൽബിനും ആരോഗ്യം, സുബ്ഹാനല്ലാഹ്, ശരീരത്തിനും ആരോഗ്യം. സ്വഹാബിമാരിൽ ദുർബലരായ ആളുകൾ ഉണ്ടായിരുന്നപ്പോ അവരുടെ ഹൃദയത്തിന് ആരോഗ്യം വർദ്ധിച്ചിരുന്നു. ഇന്ന് നേരെ മറിച്ചാണ്. ശരീരം വലുത്, പക്ഷേ ദുർബലമായ ഹൃദയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബുകൾക്ക് കരുത്തു നൽകട്ടെ. പാപങ്ങളെ കൊണ്ട് നമ്മൾ മൂടിക്കളഞ്ഞാൽ മുഅ്മിനെ, ഒരു ദിവസം തെറ്റുകളിൽ നിന്ന് തെറ്റിലേക്ക്, മിനിമം ഞാൻ പറയട്ടെ, നമ്മുടെ ഈ മ്യൂസിക്കുള്ള പാട്ടുകളും സിനിമാ പാട്ടുകളും ഈ അനാവശ്യമായ വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഖൽബിലേക്ക് ഖുർആനിനോടൊരു താല്പര്യം താനെ അള്ളാഹു തരും. നിങ്ങൾ വെറുതെ പരീക്ഷിച്ചു നോക്കി. പാട്ട് കേൾക്കുന്ന ചെറുപ്പക്കാരും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിർത്തിയിട്ട് വെറുതെ നിർത്തി നോക്കി. നിങ്ങൾക്ക് ഖുർആനിനോട് ഒരു ഇഷ്ടം വരികയും ദീനിനോട് അടുക്കുകയും അതെപ്പോഴും കേൾക്കണമെന്ന് ആഗ്രഹം വരികയും ചെയ്യും. എന്തേന്നറിയോ? ഖുർആനും ഗിനാഉം അനാവശ്യ പാട്ടുകളും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നന്മകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു, ചെയ്തു പോകുന്ന തിന്മകളെ കൊണ്ട് നന്മകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. മഹാനായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹി, റഷ്യക്കാരനാണ്. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹ് അത്തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹി, തുസ്തറുകാരനാണ്. അന്ന് പഴയ കാലത്തെ ഖുറാസാൻ, ഇന്ന് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന ഭാഗം. മഹാനായ സഹ്ലു തങ്ങള് ജുമുഅക്ക് വരുമ്പോ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി. ഇപ്പൊ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ, പാവട്ടെ ഉസ്താദിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനോട് ചോദിച്ചു, അതഅലമൂന, നിങ്ങൾക്കറിയുമോ എന്തേ എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന്? ലിമാദൻ ഖതഅത ഹിദാഇ, എന്റെ ചെരുപ്പ് ഇങ്ങനെ പൊട്ടാൻ കാരണം എന്താണെന്നറിയുമോ? ഞാൻ ചോദിക്കാൻ. മക്കൾ പറഞ്ഞു ഇല്ല. എന്താണ്? ലിഅന്നി മഗ്തസൽതുൽ യൗമ ലിൽജുമുഅ, ജുമുഅക്കുള്ള സുന്നത്തായ കുളി, ജുമുഅ നിസ്കാരത്തിന് വരുമ്പോ
ജുമുഅക്കുള്ള കുളി എന്ന് നിയത്ത് ചെയ്ത് പ്രത്യേകമായ സുന്നത്തുള്ള കുളി ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ആ നിയത്ത് വെക്കാൻ മറന്ന് ജുമുഅക്കുള്ള ആ ഒരു സുന്നത്തിന്റെ കുളി ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല. അതിനല്ലാഹു എനിക്ക് തന്ന ഉണർത്തലാണിത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയില്ലേ, ഒരു ചെറിയ തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഉടനെ തിരുത്തി കൊടുക്കും. നേരെ മറിച്ച് ആകെ പോക്കിരിയായി നടക്കുന്ന ഒരു മനുഷ്യനോട് ഗുരുതരമായൊരു തെറ്റവൻ ചെയ്യുമ്പോഴേ പറഞ്ഞു കൊടുക്കുള്ളൂ. അല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ? ഇപ്പൊ പറയും, മോനെ ഇത് ചെയ്താൽ നിന്നെ പോലീസ് പിടിക്കും കേട്ടോ, അതെങ്കിലും നിർത്തട്ടെ എന്ന് വിചാരിച്ച്. അല്ലാതെ ഉമ്മാനെ മുഖത്തടിക്കുന്നതും ഉമ്മയെ ചീച്ച വിളിക്കുന്നതും വാപ്പയെ പേടിപ്പിക്കുന്നതും വരച്ച വരയിൽ വീട്ടുകാരെ പേടിപ്പിച്ച് നിർത്തണം, ഇതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എന്നാലും മയക്കുമരുന്ന് തുടങ്ങിയപ്പോ ഈ പരിപാടി നിർത്തിയേക്കണം കേട്ടോ, ഒന്നേ പറഞ്ഞെടുക്കുള്ളൂ. എന്തേ? 1000 തിന്മകൾ അവന്റെ കൂടെയുണ്ട്. നേരെ മറിച്ച് നല്ല നിലക്ക് പോകുന്ന ഒരു കുഞ്ഞാൻ ഒരു കളവ് പറഞ്ഞു, മോനെ കളവ് പറയല്ലേ കേട്ടോ, കളവ് പറയരുതേ, അത് നമ്മുടെ തിന്മയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയേക്കും, ഇനി ഒരിക്കലും പറയരുത് മോനെ. ഒരു കളവേ മുൻ പറഞ്ഞിട്ടുള്ളൂ, അവിടെ തിരുത്തി കൊടുത്തു. ഒരേ തിന്മയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ്, പക്ഷേ ഒരു നന്മയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു തിന്മ വരുമ്പോ നമ്മൾ ആ തിന്മയെ ഉണർത്തി കൊടുക്കും. അള്ളാഹു സഹലിതങ്ങൾക്ക് ഉണർത്തിയ ഉണർവ് ഇങ്ങനെയാണ്. നമ്മളൊക്കെ ജുമഅക്ക് കുളി പോകട്ടെ, എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും ജുമഅത്തേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ചെരുപ്പിലൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ആലോചിക്കേണ്ട. നമ്മുടെ ചെരുപ്പിന്ന് ഒരു വാറും പൊട്ടിയിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. സഹലിതങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ അടയാളമാണ്. മഹാന്മാർ ഇത് കണ്ണുകൊണ്ട് കാണും. അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചെന്ന് പറയും. യാ അല്ലാഹ്, എന്നിട്ട് നേരെ വീട്ടിൽ പോയി മഹാനവറുകൾ ജുമഅക്ക് വേണ്ടി കുളിച്ചു വന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളെ കൊണ്ട് നമുക്ക് ഒരുപാട് ത്വാഅത്തുകൾ നഷ്ടപ്പെടുത്തും എന്നതിന് ഉദാഹരണം അലിബിങ്ങൾ പറയുന്നത് ഈ സംഭവം വെച്ചുകൊണ്ടാണ്. സലഫു സാലിഹീങ്ങളായ മഹത്തുക്കൾ പറയും, ഇന്നൽ അബ്ദ യുഹറമു ത്വാഅത ബിദംബി യുസീബുഹു. ഒരാൾ ചെയ്യുന്ന തിന്മ കാരണം നന്മ ചെയ്യാനുള്ള അവസരം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമത്രേ. അത്വാഅതു തൂലിദു ത്വാഅ. നന്മ ചെയ്താൽ പിന്നീട് നന്മ ചെയ്യാനുള്ള തൗഫീഖ് വരും. വൽ മഅസിയതു തൂലിദുൽ മഅസിയ. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് കാരണം വേറെ ഒരു തെറ്റ് സംഭവിച്ചു പോകുന്നു. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ശിക്ഷ വേറെ തെറ്റ് സംഭവിക്കലാണ്. ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ കൂലി വേറെ ഒരു നന്മ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. ആയുസ്സിൽ ബറക്കത്ത് വേണം. നന്മ കൊണ്ടാണ് ആ ബറക്കത്തുണ്ടാകുക, തിന്മ കൊണ്ട് ബറക്കത്തുണ്ടാവില്ല. ചെറിയ കൊല്ലങ്ങൾ, കുറഞ്ഞ വർഷം ജീവിച്ച് മരിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്, എത്ര ചെറുപ്പക്കാർ വളരെ കുറഞ്ഞ കാലം ജീവിച്ച് മരിച്ചു പോകുന്നു. പക്ഷേ നമ്മൾ ഇന്നും അവരെ ഓർക്കും. അവർക്ക് വേണ്ടി നഗരികളുണ്ടാകും, അവർക്ക് വേണ്ടി കമാനങ്ങളുണ്ടാകും. എന്തേ? നമ്മുടെ നാട്ടിലെ നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന ആളല്ലേ. സുബ്ഹാന, എത്ര ചെറുപ്പക്കാരുണ്ട് അങ്ങനെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മളൊക്കെ അവന്റെ കാവലിലാക്കി തരട്ടെ, നമ്മുടെ കാവലിലാക്കി തരട്ടെ. ആമീൻ. നമ്മുടെ ഈ മഖാമ് ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമാകുന്ന ഒരു മഖാമാണ്. ഇവിടെ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവമുണ്ടായ ഒരു സംഭവം എന്നൊരു ചെറുപ്പക്കാരൻ എനിക്ക് കാണിച്ചു തന്നു. ശരീരത്തിൽ ഗുരുതരമായൊരു അസുഖമുണ്ടായിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടന്നതിൻ്റെ അടയാളം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്ത ഒരു മഹത്തായ ഇടമാണിവിടെ. ഒരുപക്ഷെ പലർക്കും ഈ മഖാമിന്റെ മഹത്വമോ അതിൻ്റെ സ്ഥാനമോ അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അത് നേരിട്ടറിയാനുള്ള ഒരു അവസരം സജ്ജനങ്ങളായ ആളുകൾക്ക് അതിന് അള്ളാഹു തൗഫീഖ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെ വന്ന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഉസ്താദിന്റെ പരിപാടിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, കൈപൊക്കിയാട്ടെ. ചെറുവാളൂർ ഉസ്താദിന്റെ മാഷാ, വലിയ മഹാനാണ്. ആ മഹാന്റെ ചെവിയുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. ആ ചെവിക്ക് ഒരു ഓപ്പറേഷൻ നടന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടല്ല, മഹാനായ ശംസുലുലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു സംഭവം. അതിൻ്റെ പേരിൽ ഒരു മഹാനുഭാവന്റെ ഹദറത്തിൽ നടന്ന ഒരു അനുഭവം ഉസ്താദ് രേഖയായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഖുറാഫാത്തൊന്നും പറയാൻ നിൽക്കണ്ട. അനുഭവിക്കാത്തത്, അത് സത്യസന്ധമായ രീതിയിൽ മനസ്സിലാവാത്തത് നമുക്ക് സംശയം തോന്നിയേക്കാം. അതിന് സമാനമായ ഒരു സംഭവം നമ്മുടെ ഈ മഖാമിൽ വെച്ച് നടന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ അല്ലാഹുവിന്റെ ഔലിയാഇന്റെ ഒരു കാവൽ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകട്ടെ. റബ്ബ് തആല അവരെ ഈ ഉമ്മത്തിന് സുരക്ഷയായിട്ട് വെച്ചവരാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ കാരണമാണ് സജ്ജനങ്ങൾ ഉണ്ടാകുന്നത്. സ്വാലിഹീങ്ങൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും. സജ്ജനങ്ങളുടെ സാന്നിധ്യം നമുക്ക് നന്മയാണ്. അങ്ങനത്തെ ഈ ഒരു ചുറ്റുപാടിലും പരിസരത്തും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മഹത്തുക്കളും ഒരുപാട് സാദാത്യങ്ങളും അന്തിയുറങ്ങുന്ന മഖാമുകളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന എവിടെ ജീവിക്കുന്നവരാണെങ്കിലും ഇവിടെ പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ സാമീപ്യമുള്ള ഇടങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഈ തോന്നിവാസങ്ങൾ ചെയ്യാൻ കഴിയുക? എങ്ങനെ നമ്മുടെ മക്കളൊക്കെ ദുഷിച്ചു പോവുക? ഭയങ്കര വലിയ സങ്കടമുള്ള വിഷയമാണ്. നമ്മുടെ പെൺകുട്ടികൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ മുഖമക്കനെ അണിഞ്ഞ് നിഖാബ് ധരിച്ച്
ട്യൂഷനാന്ന് പറഞ്ഞു പോയി നമ്മുടെ അങ്ങാടികളിൽ, കാഞ്ഞങ്ങാട് ടൗണുകളിൽ കറങ്ങിത്തിരിഞ്ഞു വരുന്ന അനുഭവങ്ങൾ. അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. ഉമ്മ വിചാരം കുട്ടി ട്യൂഷന് പോയതാണ്. ഈ മക്കളെ നമ്മുടെ നഗരങ്ങളിൽ കറങ്ങി തിരിച്ച് കളിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. നമ്മൾ ഏതൊരു പരിസരത്താണ് നിൽക്കുന്നത് ബോധം വേണം. അള്ളാഹുവിന്റെ സജ്ജനങ്ങൾ ബിഹിം യുസ്തസ്ഖൽ ഗമാം, അവരെ കൊണ്ട് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ബിഹിം യുസ്തശ്ഫാ, മഹാനായ സുഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഇമാമുൽ മുഹദ്ദിസീൻ പറഞ്ഞ വാക്കാണ് ബിദിക്രിഹി യുസ്തശ്ഫാ, മഹാനവറുകളെ ഓർക്കുന്ന സ്മരണ കൊണ്ട് അള്ളാഹു ശിഫ തരുമെന്ന്. ഇതൊന്നും ബിദ്അത്തും ശിർക്കും കുഫറൊന്നുമല്ല. ഈ അഹ്ലു സുന്നയുടെ അഖീദയാണത്. മഹത്തുക്കൾക്ക് മഹത്വമുണ്ട്, സജ്ജനങ്ങൾക്ക് ബറക്കത്തുണ്ട്. ആ സ്വാലിഹീങ്ങളുടെ സാമീപ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വേണം. നമുക്കറിയുമോ, ഒരു പ്രദേശത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങളുടെയും ഖബറുകളിലേക്ക് അവരവരുടെ ബന്ധുക്കളും അവരവരുടെ സ്വന്തക്കാരുമായ ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറുകളിലേക്ക് അവർ മരിച്ചു കിടക്കാൻ. ആ ലോകം നമ്മുടെ ഈ ലോകത്തെ പോലെയല്ല. അവർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുവെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയം 2 ആഴ്ച മുമ്പ് മഹാനായ തങ്ങളുടെ കുമ്പോൾ തങ്ങളുടെ ഒരു സദസ്സിൽ വെച്ചൊരു ചർച്ച, ഒരു 2-3 മണിക്കൂർ ഈ വിഷയത്തിന്റെ തെളിവുകൾ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വിഷയം ഒന്ന് കേട്ടുനോക്കുക. എന്താണ് പറയുന്നതിന്റെ പൊരുളെന്ന്. നമ്മൾ നാണിക്കണം. നമ്മൾ ചെയ്യുന്ന തിന്മ മറ്റൊരാൾ കാണുമ്പോൾ പേടിയില്ലേ? പല മൊബൈലിന് ലോക്കിടുന്ന തട്ടിപ്പോ അതിനാണ്. എന്തെങ്കിലും കുരുത്തക്കേടുണ്ടാവും. അപ്പൊ പിന്നെ ആരും അറിയണ്ട. ഭാര്യയ്ക്ക് നോക്കാൻ കിട്ടരുത്, അനുജന് നോക്കാൻ കിട്ടരുത്, ആ മൊബൈൽ ഫോണൊന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റരുത്. അങ്ങനെ ഒന്നും മറച്ചു പിടിക്കാനില്ലാത്ത ആൾക്ക് എന്തിനതിന്റെ ആവശ്യം? എന്തിനതിന്റെ ആവശ്യം? തിന്മകളെ നമ്മൾ മറച്ചു പിടിക്കുക. നമ്മൾ അറിയുന്നുണ്ടോ നമ്മുടെ തിന്മകൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്? അള്ളാഹുവിന്റെ സ്വാലിഹീൻ മുത്തുനബി തങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ അമലുകൾ ഒരു ദിവസം 2 തവണ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായി കിടക്കുന്ന നിബിതങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ അമലുകൾ 2 തവണ ഉദുവൻ വഅശിയ നിബിതങ്ങൾക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞത് ആ വിഷയത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് പറയുന്നത്. എന്റെ തെളിവുകളൊക്കെ ആവശ്യമുള്ളവർ ഇത് വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവർ യൂട്യൂബിലൂടെ കണ്ടെങ്കിൽ അത് ഒന്ന് കേട്ടു പഠിക്കുക. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വാലിഹായ അമലുകളാക്കി മാറ്റിത്തരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നന്മകൾ ഉണ്ടാവാൻ കാരണമാണ്, തിന്മകൾ ഉണ്ടാകാൻ നിമിത്തമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും തിന്മകളാൽ. ജീവിതത്തിന്റെ ആയുഷിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവാൻ. കുറഞ്ഞ കാലം നമ്മൾ ജീവിച്ചെങ്കിൽ എന്താ? ആ ജീവിതം നന്മയുടെ ജീവിതമാണെങ്കിൽ അതുപോരെ. സ്വഹാബികളിൽ 7 വർഷം, ചില റിവായത്തുകൾ 5 വർഷം മാത്രം ഹബീബിന്റെ കൂടെ ജീവിച്ച മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസ്വാരിയാണ്. സഅദ് ഇബ്നു മുആദ് എന്നവര് മുസ്ലിമായി 7 കൊല്ലത്തിൽ താഴെ, ചില റിവായത്തിൽ 5 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ നബിയുടെ കൂടെ. 5 വർഷം, 5 കൊല്ലം. മഹാനവറുകൾ വഫാത്താകുന്നത് 37-ാമത്തെ വയസ്സിലാണ്. 37-ാമത്തെ വയസ്സിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്താ സംഭവിച്ചെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹാനായ സ്വഹാബിയുടെ ജനാസ എടുക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ നബി തങ്ങൾ തള്ളവിരൽ ചവിട്ടിക്കൊണ്ടാണ് നടന്നത്. ചെരുപ്പ് കൈകളിൽ ഊരിവെക്കുകയും കൈകളിൽ പിടിക്കുകയും എന്നിട്ട് തള്ളവിരൽ മാത്രം വെച്ചുകൊണ്ട് നബി തങ്ങൾ നടന്നു. കാല് മുഴുവൻ അടിയിൽ വെച്ചില്ല. സ്വഹാബിമാര് ചോദിച്ചു, നബിയേ എന്താണ്, ഹബീബേ എന്താണ് സംഭവിച്ചത്? മഹാനായ നബി തങ്ങൾ പറയുന്നു, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളിൽ 70,000 മലക്കിൻ 70,000 മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. 70,000 മലക്കുകൾ അന്ന് മദീനയിൽ വന്നു. 37-കാരനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ കൊണ്ടുപോകാൻ അവരെ ഞാൻ ആരെങ്കിലും ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് മലക്കുകളെ കാണുകയായിരുന്ന റസൂലുള്ളാഹി തങ്ങൾ ചെരുപ്പൂരി പിടിച്ചത്. മലക്കുകളോടുള്ള ബഹുമാനം കൊണ്ട് 70,000 മലക്കുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ മരണം സംഭവിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ തൂണുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മലക്കുകൾ ചൊല്ലുകയായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് മാലാഖമാരുടെ ലോകത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും അർശിന്റെ കാല് പിടിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഒരു സ്വഹാബിയുടെ മരണത്തിന് ഇങ്ങനൊരു സാക്ഷ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ്.
എത്ര കൊല്ലത്തെ ആയിഷ, എത്ര കൊല്ലത്തെ അമലായി ചെയ്തത്? ഇസ്ലാമിലായി ജീവിച്ചത് 5 കൊല്ലം അല്ലെങ്കിൽ 7 കൊല്ലം, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ. 7 കൊല്ലം. അതിന്റെ മുമ്പ് കാഫിറാണ്. അതിനു മുമ്പ് ഇസ്ലാം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. 7 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ, മതി. ചിലർ അങ്ങനെ ഉണ്ടാവും. ഉംറക്ക് പോയി, ഹജ്ജിന് പോയി 2 മാസം പിന്നെ നിന്നിട്ടുള്ളൂ. അള്ളാഹു ുള്ളൊരു മരണം മതി. പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കിയെടുത്ത് 1 കൊല്ലം, 2 കൊല്ലം, 1 മാസം, 1 ദിവസം മതിയാവും ചിലപ്പോ. ആ ആയുസ്സിനൊരു വിലയുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരെ പാടുകയുണ്ടായി സഅദ് ഇബ്നു മുആദ് എന്നവരുടെ ഈ സംഭവത്തെക്കുറിച്ച്. വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജലി ഹാലികിൻ സമിഅനാ ബിഹി ഇല്ലാ ലി സഅദിൻ നബി അംരി. അല്ലാഹുവിന്റെ അർശ് ഒരാളുടെ മരണത്തിനും വിറച്ചു പോയിട്ടില്ല. അല്ലാഹുവിന്റെ അർശ്. എന്താണ് അർശ് എന്ന് പറഞ്ഞാൽ? രാജാവിന്റെ രാജകിരീടമാണ്. രാജാവിന്റെ സിംഹാസനത്തിന് പറയുന്ന പേരാണ് അർശ്. അള്ളാഹുവിന്റെ അർശ് നമ്മൾ വിചാരിക്കുന്ന ഒരു സിംഹാസനം പോലെയുമല്ല. ഈ ആകാശലോകങ്ങളും കോടാനുകോടി നെബുലകളും ഗാലക്സികളുമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ മഹാമരുഭൂമിയുടെ ഒരു പ്രതലത്തിൽ നിന്ന് സങ്കല്പിക്കുക. ആ മരുഭൂമി, അതിന്റെ നടുവിൽ ഒരു റിങ്, ഒരു വട്ടക്കണ്ണി കൊണ്ടുപോയിട്ടാൽ, ഒരു വള കൊണ്ടുപോയി വെച്ചാൽ ആ വളയാണ് ഈ പ്രപഞ്ചമെങ്കിൽ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശെന്ന് വിചാരിച്ച് കുറെ കാലം ജീവിച്ച് 70-80 കൊല്ലത്തും മരിച്ചു. അത്രയും കാലം കള്ളുകുടിയനായി നടന്നിട്ട് എന്തിനു വേണം? മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു തആല യഹ്യ ഇബ്നു ശറഫ് അൻ-നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹി 40ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാനാണ്. 20 പ്രമുഖമായ ഗ്രന്ഥങ്ങൾ എഴുതി. ആ 20ൽ ഒരു ഗ്രന്ഥം എത്രയോ വോള്യങ്ങൾ, സുബ്ഹാനല്ലാഹ്, 10ഓളം വോള്യങ്ങളുള്ള ഗ്രന്ഥം 20ലുണ്ട്. ഒരു വോള്യം 600 പേജാണ്. 40 വയസ്സിനുള്ളിൽ ചെയ്തു തീർത്തതാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ കിതാബിന് ഷറഹാൻ പിന്നെ ആലിമീങ്ങൾ ചെയ്തത്. കുറഞ്ഞ കൊല്ലത്തെ ജീവിതം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 40ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാൻ, മുജദ്ദിദുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുജദ്ദിദ്. ഇങ്ങനെയാണെങ്കിൽ ആ ജീവിതത്തിന്റെ വിലയുണ്ട്. കുറെ കാലം ജീവിച്ചു, കുറെ ദുൽമ ചെയ്തു. സജ്ജനങ്ങളുടെ ആ സുഗന്ധം കുറച്ചു നേരം കിട്ടിയാൽ അതിന് മൂല്യമുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ, തിന്മകളെ കൊണ്ട് നമ്മുടെ ഉള്ള ജീവിതം നശിപ്പിച്ചു കളയല്ലേ. ഇന്ന് അല്ലാഹു ഇതൊക്കെ പറയാനും ചിന്തിക്കാനും എനിക്കും നിങ്ങൾക്കും അവസരം നൽകി. നാളെ നമ്മുടെ മനസ്സങ്ങ് മലിനമായി പോവുകയും ഇനി ഒരിക്കലും നന്മ കേൾക്കണ്ട എന്ന് ചിന്തിക്കുകയുമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മരണത്തിന്റെ അവസ്ഥ? നമ്മൾ അല്ലാഹുവിനെ കാണാൻ പോവല്ലേ? പടച്ചതമ്പുരാന്റെ അടുത്തേക്ക് പോകണ്ടേ? നമ്മൾ പോയേ പറ്റൂ. ഈ 40 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ കിട്ടുന്നതൊക്കെ ലാഭമാണ്, അല്ലെങ്കിലും ലാഭം തന്നെയാണ്. ബാക്കി എപ്പോഴാണ്, എന്നാണെന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമുള്ളൂ. അത്രയും കഴിഞ്ഞു. അത്രയും പെട്ടെന്ന് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ആയുസ് അവസാനിക്കുക, നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ആയുസ്സിന് അല്ലാഹു ബറക്കത്ത് തരണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് നമ്മളെ പാപത്തെ ശുദ്ധിയാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാപങ്ങളെ സൃഷ്ടിക്കുകയാണ്. ആ പാപങ്ങൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു തെറ്റ്. മഹാന്മാരതിന് മറുപടി പറയും. നദറത്തുൻ ഫബ്തിസാമത്തുൻ ഫസലാമു ഫകലാമുൻ ഫമൗഇദുൻ ഫലിഖാഉ. നമ്മളറിയണം, വ്യഭിചാരം പോലെയുള്ള തിന്മകളിലേക്ക് നമ്മുടെ ക്യാമ്പസിലെ മക്കൾ പോലും ഇടപെടുകയാണ്. പണ്ടൊക്കെ അതൊക്കെ ഒരു വിഷയം, ഇത് വലിയ വലിയ ഗൗരവമുള്ള വിഷയമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അറിയുന്നവർ. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, 10ലൊക്കെ എത്തുമ്പോഴേക്കും വ്യഭിചരിച്ചു കഴിഞ്ഞ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും. യാ അല്ലാഹ്, എന്താപ്പ ഈ ലോകത്തിൻ്റെ കഥ? ഏറ്റവും കൂടുതൽ തിന്മ നടക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ നോക്കണം. വലിയൊരു അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു നിക്കാഹ് നടക്കുന്ന നേരത്ത് അമ്മായിൻ്റെയും മൂത്താപ്പാൻ്റെയും അമ്മാവൻ്റെയും മക്കളൊക്കെ കൂടിക്കലർന്ന് ഒരു റൂമിൽ അങ്ങനെ കിടക്കലും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും ആരും ശ്രദ്ധിക്കൂല. പാതിരാക്ക് എപ്പോഴെങ്കിലൊക്കെയല്ലേ വന്ന് കിടക്കുക. നല്ല ഒരു റഹ്മത്ത് ചെയ്യേണ്ട, റഹ്മത്തിൻ്റെ അമലുകൾ ചെയ്യേണ്ട ഒരു ഒരു സമയത്ത് തിന്മകൾ ചെയ്ത് മലിനമാക്കുക. മുമ്പൊക്കെ വഅദ് നടക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഉറൂസ് പരിപാടികളൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് പരിസര പ്രദേശങ്ങളിൽ, ഇവിടെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഉറൂസ് പരിപാടികൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ ഊടുവഴികളിൽ ചെറുപ്പക്കാര്, പെണ്ണുങ്ങളും ചെറുക്കന്മാരും കറങ്ങിത്തിരിഞ്ഞിരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തിലാക്കി തരട്ടെ. എന്തൊരു വലിയ അപകടമാണ്! എന്തിനേത് കാരണം എന്നറിയോ? നദറത്തുൻ
വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന വലിയൊരു അപകടം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതൊരു നോട്ടമാണ്. ആ നോട്ടം കണ്ണഴിച്ചു വിട്ടാൽ ആ നോട്ടം കൊണ്ടുണ്ടാകുന്നത് ഫബിത്തിസാമത്തുൻ, ആദ്യത്തെ സ്റ്റേജ് ഒരു നോട്ടമാണ്. കാമുകന്മാരാകുന്നതിൻ്റെ മുമ്പ് അവർ കണ്ടുമുട്ടുന്നു, കാണുന്നു. ഒരു കല്യാണത്തിന് പോയി, ഇവിടെ പോയി, ഫംഗ്ഷനിൽ പോയി, ഇന്ന് ഒരു മാപ്പിളയും പെണ്ണുങ്ങളും നാട്ടിലേക്ക് ലീവ് എടുത്ത് വന്നു. എന്തേ കാരണം? ഞങ്ങൾ പൂരത്തിന് രണ്ടാളും പരിചയപ്പെട്ടത്. ആ പൂരം നടക്കേണ്ട നാട്ടിൽ അതിന് പൂരമാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ കല്യാണം ഉണ്ടായത് പൂരപ്പറമ്പെന്ന് പരിചയപ്പെട്ടപ്പോഴാണ്. അപ്പോൾ നാട്ടിൽ രണ്ടാമത് പൂരം ഉണ്ടായപ്പോൾ അവർ കാണാൻ വേണ്ടി വിവാഹ ആനിവേഴ്സറിക്ക് വേണ്ടി തിരിച്ചു വരികയാണ്. അങ്ങനെ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ തിരിച്ചവിടെ എത്തി. സുബ്ഹാനല്ലാഹ്. നദറത്തുൻ, ആദ്യത്തേതൊരു കാഴ്ചയാണ്. ഫബിത്തിസാമത്തുൻ, ആ കാഴ്ചയെ സംബന്ധിച്ച് തൗബ ചെയ്യാതെ ആ കാഴ്ചയെ നമ്മൾ ആസ്വദിക്കുമ്പോൾ പിന്നെ ഒന്ന് ചിരിക്കണമെന്ന് തോന്നുന്നു. ഫബിത്തിസാമത്തുൻ, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് പുഞ്ചിരിയാൻ. രണ്ടാളും ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ പുഞ്ചിരിക്കാൻ പറ്റുന്നത് കൊണ്ട് പുഞ്ചിരിയുടെ സ്റ്റേജ് അവിടെ കഴിഞ്ഞു. ഫബിത്തിസാമത്തുൻ. പിന്നെ ഫസലാമുൻ, പിന്നെ ഒരു ഗ്രീറ്റിംഗ്. എന്താ വർത്താനം, സുഖാണോ? കാഴ്ച. ആ തിന്മ ചെയ്തപ്പോ നല്ല വർത്തമാനം പറഞ്ഞ് കൈ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടൊക്കെയാണ് പിടിച്ചിരുത്തുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. ദുബൈയിൽ, ദേരയിൽ 7 കൊല്ലം ദുബൈയിലുണ്ട്. ഇപ്പോഴാണ് 8-9 കൊല്ലമായിട്ട് അബുദാബിയിലേക്ക് എത്തിയത്. ദേരയിൽ അന്ന് ഒരു യൂറോപ്പുകാരി പെണ്ണിവിടെ നടന്നു പോകേണ്ട ഒരു ഷോപ്പിലേക്ക് കയറാ. അവർ കാസർഗോഡ് ജില്ലക്കാരാണ്. എനിക്ക് അവരുടെ വർത്തമാനം കണ്ട മനസ്സിലായി. ഞാൻ ഒരു കോലത്തിലായതുകൊണ്ട് അവരെന്നെ അറിഞ്ഞില്ല. അപ്പോൾ ഒരുത്തം മറ്റോട് പറയട്ടാ സ്റ്റൂള് വെച്ചു കൊടുക്കുന്നു. അവളൊരു സ്കേർട്ടാണ് ധരിച്ചിട്ടുള്ളത്. അവൾ ഇരിക്കട്ടെ. എന്തിന്? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഒക്കെ അള്ളാഹു തൗബ ചെയ്താൽ തൗഫീഖ് കൊടുക്കട്ടെ. അതൊക്കെ ഒരു 12 കൊല്ലം മുമ്പത്തെ കഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു വാക്കിന്റെ ഗൗരവം നോക്കി, ഒരു തിന്മയുടെ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മളെ മറക്കുകയാണ്. നമ്മളെ മറന്നു, നമ്മുടെ സംസ്കാരം മറന്നു, നമ്മുടെ നാട് മറന്നു, നമ്മുടെ ആചാരം മറന്നു, അള്ളാഹുവിനെ മറന്നു. ലാ തുത്ബിഇൻ നദറതൻ നദറ, ഒരു നോട്ടം അതിന്റെ പിന്നാലെ മറ്റൊരു നോട്ടമായി നീ തുടരല്ലേ. കണ്ടുപോകുന്ന കാഴ്ചയിൽ അവസാനിപ്പിക്ക്. നിന്റെ കൽബ് നെടുത്തുകളയെ. നീ എങ്ങാനും മനസ്സിൽ സൂക്ഷിച്ചാൽ ആ തിന്മ കൊണ്ട്, അടുത്ത തിന്മ കൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അതാണ് പിന്നെ ഇബ്തിസാമത്തുൻ, പിന്നെ ഒരു ചിരിയാണ് രണ്ടുപേരും കൈമാറുന്നത്. അത് കഴിഞ്ഞാൽ ഫസലാമു, പിന്നെ സലാം പറയല എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്, അഭിസംബോധന. അത് കഴിഞ്ഞാൽ ഫമൗഇദുൻ ഫകലാമുൻ, അത് കഴിഞ്ഞാൽ പിന്നെ വർത്തമാനമാണ്. പിന്നെ സംസാരം തുടങ്ങും, പരിചയമായി, ഫ്രണ്ട്ഷിപ്പായി. പിന്നെ ഫമൗഇദുൻ, ഒരിടത്ത് വെച്ച് കാണണം എന്ന് പറയലായി. അങ്ങനെ അങ്ങോട്ട് വാ, കലോത്സവത്തിന് വാ, ഇവിടേക്ക് വാ. അങ്ങനെ ഒരിടത്ത് വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടും. ചിലതൊരു പക്ഷേ ഉറൂസിന് വാ എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലാഹു ആലം. കണ്ടുമുട്ടുന്നു. ഫലിഖാഉ, അതിനുശേഷം നടക്കുന്നത് വ്യഭിചാരമാണ്. ഇങ്ങനെയാണ് ഒരു തിന്മയിലേക്കുള്ള വഴികൾ ഒരു കാഴ്ചയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. ആ കാഴ്ച കൊണ്ട് ആ തിന്മയെ തിന്മയായി കാണാതിരുന്നപ്പോ അൽ മഅസിയതു തുവല്ലിദുൽ മഅസിയ, മഅസിയത്ത് കൊണ്ട്, തിന്മ കൊണ്ട് മറ്റൊരു തിന്മയെ അള്ളാഹു ഉണ്ടാക്കി തരും. അതൊരു തിന്മയുടെ ശിക്ഷയാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചു പോകുന്നത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. സ്വഹാബികളിൽ മഹാനായ മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നു. എന്തിനാ വരുന്നതെന്നറിയോ? മക്കയിലെ അടിമകളായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവരെ മദീനയിലേക്ക് ആരാരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ നാടുകടത്തി കൊണ്ടുപോകണം. എന്തിനെന്നറിയോ? ഈ പാവങ്ങൾ മുസ്ലിമായപ്പോ അവരെ വെച്ച് ശിക്ഷിക്കുകയാണ് മക്കക്കാർ, പീഡിപ്പിക്കുകയാണ്, കൊല്ലുകയാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപായപ്പെടുത്തി രാത്രി ഇവരുടെയൊക്കെ യജമാനന്മാർ കിടന്നുറങ്ങുമ്പോ അടിമകളെ കെട്ടിയിട്ട ആലകളിൽ ചെന്ന് മുസ്ലിമീങ്ങളായ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ കെട്ടഴിച്ചു കൊടുത്തിട്ട് മദീനയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ വരുന്ന മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിൽ വന്നു. ഒരു നിലാവുള്ള രാത്രിയാണത്. അന്നവർക്ക് മിർസദ് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചവരാണ്. പക്ഷേ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു പ്രേമബന്ധമുണ്ടായിരുന്നു. ആ പ്രേമത്തിലെ കാമുകിയുടെ പേരായിരുന്നു അനാഖ് എന്ന് പറയുന്നത്. അനാഖ്, അവൾ മുസ്ലിമല്ല. പക്ഷെ അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്, എല്ലാ തിന്മയും അവർ ചെയ്തിട്ടുണ്ട്, പ്രേമത്തിന്റെ പേരും പറഞ്ഞിട്ട്. അന്ന് രാത്രി അനാഖിനറിയാം മിർസദ് വരുമെന്ന്. മിർസദ് റളിയല്ലാഹു അൻഹു മക്കായിലെ അടിമകളെ കെട്ടി നിർത്തിയ ആ അടിമകളുടെ വീടെന്ന് പറഞ്ഞുകൂടെ, ആല പോലെയാ കാണുന്നത്, മൃഗങ്ങളെ പോലെയാ അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്.
അതിന്റെ പിന്നിലുള്ള ഊടുവഴികളിലൂടെ മിർസദ് റളിയല്ലാഹു അൻഹു ആരാരും കാണാതെ നേർത്ത നിലാവിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അനാഖ് മിർസദിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹുവിനെ. അമിർസദു, മിർസദാണോ എന്നവൾ ചോദിച്ചു രാത്രി. മിർസദ് തങ്ങൾ പറഞ്ഞു, നഅം, അതെ. മിർസദ് ബിത്ത് ഇൻദന ലൈല, ഇന്ന് രാത്രി എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണേ. തങ്ങൾക്ക് മനസ്സിലായി ഇവൾ വിളിക്കുന്നത് എന്തിനാണെന്ന്. അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. അനാഖേ, ഞാൻ മുസ്ലിമാണ്, ഞാൻ വ്യഭിചരിക്കൂല, ഞാനതൊക്കെ നിർത്തി. അങ്ങനെയൊക്കെ ഒരു കാലം, എനിക്ക് വിവരമില്ലാത്ത കാലമുണ്ടായിരുന്നു. അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നു. അനാഖേ അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. അനാഖിനിപ്പോ ആ കഥയൊന്നും അറിയില്ല. അവൾ പ്രേമത്തിൽ അവൾ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവൾ പറഞ്ഞു, മിർസദേ, എന്റെ വീട്ടിലേക്ക് ഇന്ന് രാത്രിക്ക് രാത്രി നീ വന്നില്ലെങ്കിൽ ഞാനിവിടെ ഇപ്പൊ വിളിച്ചു പോവും, നിങ്ങൾ ഈ പിടിച്ചു കൊണ്ടുപോകാമെന്ന അടിമകൾ. മിർസദ് എന്നവരെ വസ്ത്രമൊക്കെ അഴിച്ച് വൃത്തിയാക്കി നേരെ മദീനയിലേക്ക് പോവുക. ആ ട്രിപ്പിൽ ഒരൊറ്റടിമയെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. മദീനയിലേക്ക് തിരിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ അങ്ങയോട് പങ്കുവെക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രേമത്തിന്റെ കഥ അങ്ങനെയാണ്.